തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. ദേശീയ നേതൃത്വവുമായുള്ള അടുപ്പമാണ് നിജിക്ക് തുണയാകുന്നത്. ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരും പരിഗണനയിലുണ്ട്. നാളെയാണ് മേയറെ പ്രഖ്യാപിക്കുക. തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, കൊച്ചിയിലെ കാര്യങ്ങൾ അല്പസമയം മുമ്പ് അറിഞ്ഞു. മേയറെ പ്രഖ്യാപിച്ചെങ്കിലും അവിടെ അസ്വാരസ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ എന്താണ് സാഹചര്യം? തൃശൂരിൽ മേയറെ നാളെ പ്രഖ്യാപിക്കും. കിഴക്കുംപാട്ടുകര കൌൺസിലറായ നിജി ജസ്റ്റിൻ തന്നെ തൃശൂർ മേയറാവാനാണ് നിലവിൽ സാധ്യത. ദേശീയ നേതൃത്വത്തിന്റെയും KPCCയിലെ മുതിർന്ന നേതാക്കളുടെയും പിന്തുണ നിജി ജസ്റ്റിനുണ്ട് എന്നുള്ളതാണ് നിജിക്ക് അനുകൂലമായിട്ടുള്ള ഘടകം. നാലാം തവണയും കൌൺസിലറായി ജയിച്ചിട്ടുള്ള ലാലി ജെയിംസ്, സുബി ബാബു എന്ന പേരും പരിഗണിക്കുന്നുണ്ടെങ്കിലും നിജി ജസ്റ്റിനാണ് മുൻതൂക്കം എന്ന് നിസ്സംശയം പറയാം. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ നിജി ജസ്റ്റിന് പിന്തുണയുമായി രംഗത്തുണ്ട്. അതുപോലെ തന്നെ KPCCയിലും മുതിർന്ന നേതാക്കൾ പലരും നിജി ജസ്റ്റിന് അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിജി ജസ്റ്റിൻ തന്നെ മേയറായി വരുമെന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോഴും കൌൺസിലർമാർക്ക് പലർക്കും ലാലി ജെയിംസിനും സുബി ബാബുവിനും അവസരം നൽകണം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇതിന്റെ ഒരു അന്തിമ തീരുമാനമെടുക്കാനുള്ള ചുമതല DCC നേതൃത്വത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് യോഗം പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ DCC നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിന് അംഗീകരിക്കും എന്നാണ് എല്ലാ കൌൺസിലർമാരും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. DCC നേതൃത്വം KPCCയുമായും AICCയുമായും ഒരു ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലൊരു പ്രഖ്യാപനം വരിക. തൃശ്ശൂരിൽ നമുക്കറിയാവുന്ന പോലെ സാമുദായിക സമവാക്യങ്ങൾ കൂടി നോക്കിയതിനു ശേഷമാകും മേയറെ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നിജി ജസ്റ്റിൻ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾ മേയറായി വരികയാണെങ്കിൽ ഡെപ്യൂട്ടി മേയറായി ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ വരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ജയിച്ച A. പ്രസാദ് മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഡെപ്യൂട്ടി മേയറായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലാലി ജെയിംസ് 4 തവണ ജയിച്ച ലാലി ജെയിംസിനെ രണ്ടാമതൊരു ടേം നൽകി അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെങ്കിലും ലാലി ജെയിംസിന് ആദ്യ അവസരം തന്നെ നൽകണമെന്ന അഭിപ്രായമുള്ള ഒരു പാർട്ടിയിലുണ്ട്. എന്തായാലും നാളെ മേയറെ പ്രഖ്യാപിക്കുന്നതോടുകൂടി പല പൊട്ടലും ചീറ്റിലും തൃശ്ശൂരിൽ കോൺഗ്രസും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്.